ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്താണ് സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പക്ഷേ നമ്മൾ എല്ലാത്തിനും 2 പുറവുണ്ട്. ഒരു നാണയത്തിനാണെങ്കിൽ 2 പുറവുണ്ട്. നമ്മൾ 2 പുറവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ദയവ് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, എങ്കിൽ മാത്രമേ നമുക്ക് 2 പുറവും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള വീഡിയോ ആണ് എങ്കിൽ ഞാൻ ആ വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കണം. 2 പേരുടെ ഭാഗത്തുള്ള തെറ്റെന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആ വീഡിയോയ്ക്കകത്ത് ഒരു പോയിന്റ് പോലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് വിട്ടുപോകരുത്. നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്നാ? ശരി, കണ്ടില്ല. ശരി, ഞാൻ പറയുന്നില്ല. കണ്ടു, എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. ഇയാൾ പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുകൂടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഹായ് സുഹൃത്തുക്കളെ, ഇതേ നിങ്ങളൊന്ന് കാണട്ടോ. ആരെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിൽക്കുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയും ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവിടെ ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇവർ എത്തി വിട്ടിട്ട് പറയുക, നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി അറിയാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യം, എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് ശരിയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് തള്ളിക്കളയുക. വേറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിന്റെ പരിസരത്തോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ എവിടെയെങ്കിലും സംശയാസ്പദമായിട്ട്, അതായത് ഒരു കാറ് അല്ലെങ്കിൽ ആ എന്തും ആയിക്കോട്ടെ, നമുക്ക് സംശയം എന്ന രീതിയിൽ ഒരു വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കുന്ന മനുഷ്യരാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യരാണെങ്കിലും അത് ആരാണെന്നെങ്കിലും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാർ വന്ന് നിൽക്കുക, അതിനകത്തൊന്നും ആരും ഇറങ്ങുന്നില്ല. നമ്മൾ ജനലിൽ കൂടെ ആണെങ്കിലും ആരാ വന്നിരിക്കുന്നത് നോക്കും. പിന്നെ എന്നിട്ടും കാണുന്നില്ല എങ്കിൽ, എന്നിട്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കാറിന്റെ അടുക്കൽ നമ്മൾ പോകും, നമ്മളത് നോക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ആരാണ് എന്താണെന്ന് ചോദിക്കും. നമ്മുടെ വീടിന്റെ പരിസരത്ത് ഞാൻ കണ്ടാൽ പ്രതികരിക്കും, ഞാൻ കണ്ടാൽ ചോദിക്കുകയും ചെയ്യും. ഇപ്പം നമുക്ക് പരിചയമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഏരിയയിലോ അല്ലെങ്കിൽ നമുക്ക് സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം. അതാണ് നല്ല സ്വഭാവം. കാരണം ഒന്ന കാലത്ത് നമുക്കൊരു പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നവർ കാണും, അല്ലെങ്കിൽ സ്ത്രീകളെ മയക്കി കിടത്തിയിട്ട് വണ്ടിയെ കൊണ്ടുപോകുന്നവർ കാണും. പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരെയും കുറ്റം പറയരുത്. ആ സദാചാരം ഒന്നും ഒരിക്കലും അതിനെ വിശേഷിപ്പിക്കരുത്. കാരണം ഒരു വണ്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ആരാണെന്ന് ചോദിക്കും. ആരാ ചോദിക്കാത്തത്? അതേപോലെ തന്നെ ഒരു വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുക, കുറേ നേരമായിട്ട് ആ വാഹനം അവിടെ കിടക്കുക, നമ്മൾ അന്വേഷിക്കുക. ചിലപ്പോൾ അതിനകത്തൊരു രോഗിയായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഒരു BP കൂടിയിട്ട് അങ്ങനെ വീണതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം, അസുഖം കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് വണ്ടി കിടക്കുന്നതായിരിക്കാം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും നേരം എന്താ ഇവിടെ വാഹനം പാർക്ക് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് രക്ഷിക്കാനാകുന്ന ചിലപ്പോൾ ഒരു ജീവനായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ സദാചാരം ഒരിക്കലും നമ്മൾ പറയരുത്. ഒരു വണ്ടി ഒരുപാട് നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ചോദിക്കും. അതിനകത്ത് ഒരിക്കലും സദാചാരം എന്ന് പറയില്ല. പിന്നെ നമുക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടേക്കുന്ന വീഡിയോയ്ക്കകത്ത് എല്ലാം ഒറ്റൊരു വിഷ്വൽസേ ഉള്ളൂ. അതിന് മേളിലൊന്നും നമുക്ക് കാണാനില്ല, അത് കഴിഞ്ഞിട്ടൊന്നും കാണാനില്ല. പുള്ളി ആദ്യം പറയുന്നു ഞാൻ ഭാര്യയും കൂടെ വന്ന സമയത്ത് ഇതുപോലെ ഈ കൊച്ചെന്തോ കണ്ടെന്ന് പറഞ്ഞു, അത് പ്രശ്നമായെന്ന് പറഞ്ഞ് തുടങ്ങുന്ന വീഡിയോ ആണ്. അത് ലാസ്റ്റ് അവസാനിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ വീട്ടുകാരോ എൻ്റെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നെപ്പറ്റി വിചാരിക്കുക എന്നൊക്കെയുള്ള ഡയലോഗും കൊണ്ടാണ് ലാസ്റ്റ് ഈ വീഡിയോ തീരുന്നത്. ആ ഒരു ഒറ്റ വീഡിയോയെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് മുമ്പ് എന്താണ് നടന്നതെന്ന് പോലും ആർക്കും അറിയില്ല. ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയില്ല, അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ നെഗറ്റീവ് പറയുന്നവർക്കും അറിയില്ല. ഇതിനു മുമ്പ് എന്താണ് നടന്നതെന്നും അല്ലെങ്കിൽ എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം ഇത്രയും വലിയ ഇഷ്യൂ ആകാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കാറിൽ ഇതുപോലെ പല സ്ഥലത്തും ഞാനും വൈഫും കൂടെ തണൽ നോക്കി നിന്നിട്ടുണ്ട്. നമ്മൾ നേരിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെ വണ്ടിയിൽ അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും ആരെങ്കിലും വന്ന് ചോദിക്കും നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ചേട്ടാ ഞങ്ങൾ വേണ്ട ലോങ് പോയിട്ട് വന്നേ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക. അത്രയേ ഉള്ളൂ. അവരൊറ്റ വാക്യം തീർന്നു. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും വീടിൻ്റെ വാതിൽക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു വാഹനം അവിടെ നിർത്തിയിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കും. കാരണം മോഷ്ടാക്കളാകാം, അല്ലെങ്കിൽ കള്ളന്മാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നവരാകാം, നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ തിരക്കുന്നത് എത്രയും നല്ലതല്ലയോ. സദാചാരം ഒരിക്കലും പറയരുത്. ആ പെൺകുട്ടി അവരുടെ വീടിൻ്റെ വാതിൽക്ക് വണ്ടി വന്ന് ചോദിച്ചു. കാരണം അവർക്കറിയില്ല
ഇതിനകത്ത് ഭാര്യയും ഭർത്താവും അറിയില്ല. ഒരു പെണ്ണുമുണ്ട് ചെറുക്കനുമുണ്ട്. അത്രയും നേരം അവിടെ വണ്ടി ഇട്ടിരിക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ പെണ്ണ് കണ്ട കാര്യം എന്താണെന്ന് ഈ പുള്ളിയും പറയുന്നില്ല, ആ പെണ്ണും പറയുന്നില്ല. ആ പെൺകുട്ടി പറയാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അമ്മയുള്ളതുകൊണ്ട് അമ്മയുടെ മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് പറയാൻ ആ കൊച്ചിന് താല്പര്യമില്ല. അത് തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം. ആ പയ്യൻ പറയുന്നുണ്ട് എന്ത് കണ്ടത് എന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നത് എനിക്കത് പറയാൻ പറ്റില്ല, കാരണം അമ്മയുടെ മുന്നിൽ വെച്ചത് പറയാനുള്ള മാനസികാവസ്ഥ ഒരിക്കലും ആ പെൺകുട്ടിക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി എന്താണെന്ന് വിശദീകരിച്ച് പറയാഞ്ഞത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി, നമ്മൾ ആ വീഡിയോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒരു കാരണവശാലും ആരുടെയും വീഡിയോ പിടിക്കുന്നില്ല. ആ ഫോൺ ഓഫാണ്. ആ ഫോണിനകത്തൊരു വീഡിയോ ഒന്നും എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്ന കാര്യം മാത്രം നമ്മൾ പറയുക. നമ്മൾ കാണാത്ത കാര്യം പറഞ്ഞ് ഒരാളെ കുറ്റം പറയുന്നതും തെറി വിളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും സമൂഹത്തിന്റെ മുന്നിൽ കരിവാരിത്തേക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ പെൺകുട്ടി ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. നമുക്ക് ആ വീഡിയോയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി വീഡിയോ എടുക്കുന്ന ഒരു വിഷ്വൽ എടുത്ത് നമുക്ക് കാണാനില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ആ പരിസരത്ത് ഈ പെൺകുട്ടിയും അവർ അമ്മയും പിന്നെ വേറെ ഒരു പുള്ളിക്കാരനും അല്ലാതെ ആ പരിസരത്ത് വേറെ ആരും തന്നെ ഇല്ല. ഒരു ബൈക്ക് മാത്രം അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കി കാണാം. അതുപോലെ ആ പെൺകുട്ടി ആ ഒരു മനുഷ്യന്മാരെ പോലും അവിടെ വിളിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. ആ പെൺകുട്ടി മൊബൈലിൽ വീഡിയോ ഫോട്ടോ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. തന്നെ എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇത്രയും നേരം കൊണ്ട് കാറിനകത്തിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ആ പെൺകുട്ടി ചോദിച്ചതെങ്കിൽ അതൊരിക്കലും സദാചാരമെന്ന് ഞാൻ പറയില്ല. അത് സദാചാരമല്ല, ആർക്കാലും തിരക്കാം. നമുക്ക് സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കണ്ടാൽ തിരക്കുന്നതിനകത്ത് തെറ്റേ ഇല്ല. അങ്ങനെ ചെയ്യണം. അതാണ് സമൂഹത്തിന് വേണ്ടത്. നമുക്കൊരാളെ സംശയമായിട്ട് കണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം. അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്ക് പറയണം, ഇങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി, അത് നിങ്ങൾ നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ 1-2 പേര് അവിടെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോടെ ആരായാലും പറയും. അത്രയും ഇവിടെ നടന്നിട്ടുള്ളായിരിക്കാം. പക്ഷേ വെറും 1-2 വാക്കിൽ ഒതുങ്ങേണ്ട കാര്യങ്ങളാണ് ഇത്രയും വൈറലായത്, ഇത്രയും വഴക്കിൽ അവസാനിച്ചത്. നിങ്ങൾ എൻ്റെ ഫോൺ നോക്കുക. എൻ്റെ ഫോണിനകത്ത് ഞങ്ങളുടെ വിവാഹ ഫോട്ടോ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം. ഞങ്ങൾ ഭാര്യ ഭർത്താവാണോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത്രയും ചെയ്താൽ മതി. നിസ്സാരം ഇത്രയും പറഞ്ഞ് തീരേണ്ട ഒരു കാര്യമുള്ളൂ. അവരവരുടെ വഴിക്ക് പോകും, നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം എന്ന് ചിന്തിക്കേണ്ടത് എനിക്കറിയാം. ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ആ വീഡിയോ, ആ പെൺകുട്ടി എടുത്ത വീഡിയോ അല്ല, ഒരിക്കലും ആ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത വീഡിയോ അല്ല, ഇത് പുള്ളിക്കാരൻ തന്നെ പബ്ലിക്കാക്കിയ വീഡിയോ ആണ്. അതുകൊണ്ട് ആരാണ് നാറുന്നത്? ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം ആ രീതിയിലായി. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ ആൾക്കാർ വന്നിട്ട് ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നത് അവൾ അങ്ങനെ പോയിട്ടുള്ളവളാണ്, അവൾ അങ്ങനെ നടക്കുന്നവളാണ് എന്നൊക്കെ ഒരു അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാർ പറയുന്നുണ്ട്. നമുക്കും ഇല്ലേ സഹോദരന്മാർ. അപ്പോൾ നമ്മൾ ഒരു നാണയത്തിൻ്റെ 2 ഭാഗവും നോക്കണം. അതുപോലെ തന്നെ പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കാരും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും. സ്വന്തം ഭാര്യയായിട്ട് നിൽക്കുന്ന ഇദ്ദേഹം എന്തിനാണ് പേടിക്കുന്നത്? സ്വന്തം ഭാര്യയായിട്ട് നിൽക്കുന്ന താങ്കൾ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് ഒരിക്കലും അറിയത്തില്ല. കാരണം ഈ പുള്ളി എന്തുകൊണ്ടാണ് പുള്ളി ഇത്രയും ഭയക്കുന്നതെന്ന് അറിയില്ല. കാരണം പക്ഷേ നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് പബ്ലിക് ആക്കേണ്ട ഒരിക്കലും കാര്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. കാരണം അധികം ആൾക്കാരൊന്നും അവിടെ ഇല്ല, ആരും വീഡിയോ എടുത്തിട്ട് പബ്ലിക് ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മോശമാണ്. പ്രത്യേകിച്ച് ആ ഒരു 10, 20, 21, 22 വയസ്സ് ഉള്ള പെൺകുട്ടിയാണ്. നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പബ്ലിക് ആക്കിയത് താങ്കൾ തന്നെയാണ്. താങ്കൾക്ക് നാണക്കേട് ഉണ്ടായില്ല, താങ്കളുടെ വീട്ടുകാരറിയും, താങ്കളുടെ ബന്ധുക്കാരും സുഹൃത്തുക്കളും ഒക്കെ അറിയും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസക്തിയില്ല. കാരണം ആ വീഡിയോ പബ്ലിക്കാക്കിയത് താങ്കളുടെ ഫോണിൽ താങ്കൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ മറ്റേ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഈ വന്ന് പെൺകുട്ടിയെ പൊങ്കാലിടുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയാം അല്ലേ. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയാണെന്നുണ്ടെങ്കിൽ എന്തിനു പേടിക്കണം? സ്വന്തം ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഭാര്യയ്ക്കറിയാമല്ലോ നിങ്ങൾ ഭാര്യയായിട്ടാണ് പോയെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ബന്ധുക്കാർക്കും അറിയാം. അപ്പോൾ അവിടെ ഭയം എന്തിനാണെന്നാണ് എൻ്റെ ഒരു ചോദ്യം. പുള്ളി പറഞ്ഞൊരു വാക്കാണ് ലാസ്റ്റ്, എൻ്റെ ബന്ധുക്കാരും എൻ്റെ സുഹൃത്തുക്കളും അറിഞ്ഞാൽ എന്തായിരിക്കുമെന്ന്. അതിനല്ലേ ഭാര്യ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ ഭാര്യയുടെ വീഡിയോ പുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ പുള്ളി എന്തിനാണ് പബ്ലിക് ആക്കിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ ഇദ്ദേഹം ഭാര്യയാണ് എന്ന് പറയുന്നതല്ലാതെ ഇതിനകത്ത് ഭാര്യയാണെന്ന് ആർക്കും അറിയില്ല. നമുക്ക് ആർക്കും അറിയത്തില്ല. ഇവരെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പരിചയം പോലും ഇല്ല. അപ്പോൾ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പുള്ളി പറയുന്നതല്ലാതെ നമുക്ക് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ചീട്ട് കാണിച്ച് പെൺകുട്ടി വലിയ മാന്യമായിട്ട് കാണിച്ചിട്ടാണ് പുള്ളിക്കാരത്തി കാറി കയറാൻ പോകുന്നത്. എൻ്റെ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചിയാണ് എന്നെക്കാട്ടി ഇളയതാ, എന്നാലും ഞാൻ പറയാം. എൻ്റെ മോളെ കാമുവിക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഭാര്യയ്ക്കും ഭർത്താവിനും ഹോസ്പിറ്റലിൽ പോവാം, അച്ഛനും മകൾക്കും ഹോസ്പിറ്റലിൽ പോവാം, അമ്മയ്ക്കും മകനും ഹോസ്പിറ്റലിൽ പോവാം. അവിടെ എല്ലാം പോകുമ്പോൾ ചീട്ട് കിട്ടും.
ഇപ്പോൾ താങ്കൾ ഭാര്യയെല്ലാം കാമുകിയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുകൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിലെ ചീട്ട് അവിടുന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചീട്ട് കാണിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന പറയുന്നത് ഒരു പ്രസക്തിയൊന്നുമില്ല. അത് ചോദിക്കേണ്ടത് അങ്ങനെ ചോദിക്കത്തില്ല. എല്ലാവരും ഈ എന്താ പറയുക, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ആ പെൺകുട്ടി ചീത്ത വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരുപാട് പേര് വന്ന് തെറി വരെ പറയുന്നുണ്ട്. അത് മോശമാണ്. ഒരു പ്രതികരിക്കാൻ കാണിക്കുന്ന അല്ലെങ്കിൽ അത് ചോദിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ വേണം നമ്മൾ അംഗീകരിക്കാൻ. കാരണം ചിലപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ചിലപ്പോൾ ഇവരായിരിക്കില്ല, വേറെ ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് അവർ വെള്ളം കുടിക്കാൻ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കാം. ഈ പെൺകുട്ടി ഇടപെടലുകൊണ്ട് ആ ഒരു കൊച്ചു രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. രണ്ട് ഭാഗത്തെ ന്യായം, രണ്ട് ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരാളെ കൈവാരി തേച്ച് വീഡിയോ ഇടാവുള്ളൂ. വീഡിയോ ചുരുക്കാം. ഞാൻ ഇത്രയും കൂടെ പറയാം. ആ പെൺകുട്ടി ഒരിക്കലും വീഡിയോ പബ്ലിക് ആക്കിയിട്ടില്ല. ആ പെൺകുട്ടി അവിടെ ആൾക്കാരെ പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് വീഡിയോ നോക്കിയാൽ കാണാം. നിങ്ങൾ ദയവ് ചെയ്ത് അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ ക്രൂശിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക.